മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ നമ്മുടെ ക്ലാസ് പുരോഗമിക്കുന്നു. ഇന്നലത്തെ ക്ലാസ് നിങ്ങൾ ശ്രവിച്ചു എന്നും പാഠഭാഗങ്ങൾ, അതായത് പുസ്തകത്തിലെ ഭാഗങ്ങൾ വായിക്കുന്നുണ്ട് എന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ 6-ാം പാദത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 7-ാമത്തെ ക്ലാസ്സാണ്. കൂടുതൽ സ്നേഹത്തോടെ ശ്രദ്ധയോടെ സഭയെ മനസ്സിലാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. സഭയിലൂടെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സഭയുടെ ചരിത്രം മനസ്സിലാക്കി സഭയെ കൂടുതൽ സ്നേഹിച്ച് നമുക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തികളെ മനസ്സിലാക്കുവാനും ധീരതയോടെ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കാനും വേണ്ടി നമുക്ക് ഈ ക്ലാസ്സുകൾ കൂടുതൽ പ്രയോജനപ്പെടട്ടെ. ഈശോയെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ലയിക്കണമേ. ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ നിറയുകയും സഭയെ കൂടുതൽ തീക്ഷ്ണതയോടെ അറിഞ്ഞ് സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാ പൂർവികരെയും സ്നേഹപൂർവ്വം ഓർക്കുവാനും അതേ ചൈതന്യത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നു. വർത്തമാന പുസ്തകത്തിലെ 6-ാം പാദത്തിൽ വിവരിക്കുന്ന അങ്കമാലി യോഗത്തിൻ്റെ സമാപനവും നസ്രാണികൾക്ക് പാതിരിമാരുടെ മുമ്പിൽ സംഭവിച്ച വലിയ വീഴ്ചയുമാണ് ഈ ഭാഗത്തെ പ്രധാന പ്രമേയം. അങ്കമാലി യോഗത്തിൻ്റെ പര്യവസാനവും നസ്രാണികളുടെ വീഴ്ചയുമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഭാഗം വിദേശ പാതിരിമാർ എങ്ങനെയാണ് തങ്ങളുടെ തന്ത്രങ്ങളിലൂടെ മലങ്കര നസ്രാണികളെ ആത്മീയമായി കീഴ്പ്പെടുത്തിയത് എന്നിവിടെ വ്യക്തമാക്കുകയാണ്. വിധേയത്വത്തിൻ്റെ പ്രകടനവും പാതിരിമാരുടെ വാഴ്വും. ഉടമ്പടി ഒപ്പിട്ടെങ്കിലും പള്ളിക്കാർക്ക് കൂടുതൽ കഷ്ടതകൾ ഉണ്ടാകുമെന്ന് ദീർഘവീക്ഷണമുള്ളവർ ഭയപ്പെട്ടു. എന്നാൽ അങ്കമാലിയിലെ ചില പ്രമാണിമാരും മുണ്ടാടൻ ഇട്ടിയവീര കത്തിനാരും പാതിരിമാരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയും യോഗക്കാരുടെ പേരിൽ ലൗറന്തിയോസ് പാതിരിയിൽ നിന്നും ആശീർവാദം തേടുകയും ചെയ്തു. സഭാചടങ്ങും പാതിരിമാരുടെ അധികാര പ്രകടനവും. പാതിരിമാരെ ആദരപൂർവം സെൻറ്റ് ജോർജ് പള്ളിയിലേക്ക്, അതായത് മാർ ഗീവർഗീസ് സുഹദാ പള്ളിയിലേക്ക് ആനയിച്ചു. അവിടെ ലൗറന്തിയോസ് പാതിരി പുരോഹിത വേഷമായ കാപ്പ അണിഞ്ഞ് ഒരു ഭരണാധികാരിയെപ്പോലെ നിലയുറപ്പിച്ചു. ഇത് വെറുമൊരു പ്രാർത്ഥനയല്ല, മറിച്ച് തങ്ങളുടെ അധികാരം ഉറപ്പിക്കുവാനുള്ള അവസരമായി പാതിരിമാർ മാറ്റി. ഞാൻ പിഴയാളി പ്രാർത്ഥനയും അപമാനവും. എല്ലാവരും മുട്ടുകുത്തി നിന്ന് പാപസങ്കീർത്തനമായ ഞാൻ പിഴയാളി, അതായത് നമ്മുടെ ഇന്നത്തെ മനസ്താപ പ്രകരണം, അത് ചൊല്ലാൻ പാതിരിമാർ ആജ്ഞാപിച്ചു. ഇട്ടിയവീര കത്തനാരുടെ നേതൃത്വത്തിൽ എല്ലാവരും അത് ഏറ്റുചൊല്ലി. സാധാരണയായി വൈദികർ ലത്തീൻ കുർബാനയ്ക്ക് മുമ്പ് ചൊല്ലുന്ന ഈ പ്രാർത്ഥന പാതിരിമാർക്കെതിരെ കലഹിച്ചതിന് നസ്രാണികളെ കൊണ്ട് ചെയ്യിച്ച ഒരു പ്രായശ്ചിത്തം പോലെയായി തീർന്നു. കരിയാറ്റ് മൽപ്പാൻ്റെയും പാറയമാക്കലിൻ്റെയും നിലപാടുകൾ. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാതെ കരിയാറ്റ് മൽപ്പാൻ തൻ്റെ മുറിയിൽ മൗനമായിരുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ വിയോജിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നീട് നടന്ന യോഗത്തിൽ പാറയമാക്ക തോമക്കത്തനാർ പരസ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇത് കലഹങ്ങൾ ഒഴിവാക്കുവാനുള്ള ഒരു ആഹ്വാനമായിരുന്നു. ഗ്രന്ഥകാരൻ്റെ, അതായത് പാറയമാക്ക തോമക്കത്തനാരുടെ വിചാരം അല്ലെങ്കിൽ ഒരു വിമർശനമാണ് നമ്മൾ കാണുക. പാതിരിമാർ നസ്രാണികളെ കീഴ്പ്പെടുത്തിയതിൻ്റെ അടയാളമായാണ് ഈ സംഭവത്തെ പാറയമാക്കൽ കാണുന്നത്. ആശീർവാദത്തിൻ്റെ പേരിൽ നസ്രാണികളെ മുട്ടുകുത്തിച്ച് ഞാൻ പിഴയാളി ചൊല്ലിച്ചത് നാണക്കേടാണെന്നും അങ്കമാലിക്കാരുടെ വിരുന്നുണ്ണാൻ പോയി നസ്രാണികൾ തങ്ങളുടെ അന്തസ്സ് പണയപ്പെടുത്തി എന്നുമാണ് അദ്ദേഹം പരിഹാസപൂർവം കുറിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. 2 പേജുകളിലായിട്ടാണ് ഉള്ള ഭാഗമാണ് നമ്മൾ കണ്ടത്.
79 80 പേജുകളിലായിട്ടാണ് നമ്മൾ കാണുക. 6-ാം പാദമാണ് നമ്മൾ പഠനവിധേയമാക്കിയത് 79 80 പേജുകളിൽ. കൂടുതൽ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ഭാഗങ്ങൾ കേൾക്കുകയും അതോടൊപ്പം തന്നെ പുസ്തകത്തിൽ നിന്നുള്ള പേജുകൾ വായിക്കുകയും ചെയ്യുമല്ലോ. ഇനി ചോദ്യ ഉത്തരങ്ങളിലേക്ക് പോകാം. പാതിരിമാരുടെ പ്രീതിക്കായി ആശീർവാദം ചോദിച്ച അങ്കമാലിയിലെ പ്രധാനി ആര്? മുണ്ടാടൻ ഇട്ടിയവീര കത്തനാർ. പാതിരിമാരെ ആദരപൂർവ്വം എതിരേറ്റു കൊണ്ടുപോയ അങ്കമാലിയിലെ പള്ളി ഏതാണ്? മാർ ഗീവറീസ് സഹദായുടെ പള്ളി. ലൗറന്തിയോസ് പാതിരി ധരിച്ചിരുന്ന പ്രധാന പുരോഹിത വേഷം എന്തായിരുന്നു? കാപ്പ. ലൗറന്തിയോസിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു 2 പാതിരിമാർ ധരിച്ചിരുന്ന വേഷം ഏത്? അൽമത്തി. പാതിരിയുടെ നിർദ്ദേശപ്രകാരം യോഗക്കാർ മുട്ടുകുത്തി നിന്ന് ചൊല്ലിയ പ്രാർത്ഥന ഏത്? ഞാൻ പിഴയാളി. പള്ളിയിലെ ചടങ്ങുകളിൽ പങ്കെടുക്കാതെ സ്വന്തം മുറിയിൽ മൗനമായിരുന്നത് ആര്? കരിയാറ്റിൽ യൗസേപ്പ് മൽപ്പാൻ. യോഗത്തിൽ പരസ്നേഹത്തെക്കുറിച്ച് ലഘുപ്രസംഗം നടത്തിയത് ആര്? പാറേമാക്കൽ തോമാ കത്തനാർ. പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം യോഗം ചേർന്നത് എവിടെ? മെത്രാസന പള്ളിയുടെ പടിപ്പുര മാളികയിൽ. യോഗം കഴിഞ്ഞപ്പോൾ പുറമേ നിന്നു വന്നവർക്ക് വിരുന്നു സൽക്കാരം നൽകിയത് ആര്? അങ്കമാലി പള്ളിക്കാർ. ഞാൻ പിഴയാളി ചൊല്ലിയതിനെ പാറയമാക്കൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? മലങ്കരക്കാരെ കീഴ്പ്പെടുത്തി അവരെക്കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ച നടപടിയെന്ന്.